അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഓരോ ദിവസം പുലരുമ്പോഴും ഓരോ പുതിയ അഴിമതി വാർത്തകൾ കേട്ടാണ് മലയാളി ഉണരുന്നത്. കേരളത്തിലെ കർഷകർക്ക് സൗജന്യമായി സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയാണ് PM കുസും യോജന. ഇതിൽ അഴിമതി നടക്കുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുറത്തു കൊണ്ടുവന്ന ക്രമക്കേടുകളിൽ ഗത്യന്തരമില്ലാതെ സർക്കാരിന് നടപടിയെടുക്കേണ്ടി വന്നത് 2 ദിവസം മുന്നേ മാത്രമാണ്. അഴിമതി ആരോപണ വിധേയനായ അനേർട്ട് CEO സർക്കാരിന് സ്ഥാനത്തു നിന്നും നീക്കേണ്ടി വന്നു. ഈ വാർത്തയുടെ ചൂടാറുന്നതിന് മുൻപ് തന്നെ പിണറായി സർക്കാരിന്റെ അടുത്ത തട്ടിപ്പ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. 108 ആംബുലൻസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പദ്ധതിയിൽ നിന്ന് ഒന്നാം പിണറായി സർക്കാർ 250 കോടിയിലധികം കമ്മീഷൻ തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. ഇതു സംബന്ധിച്ച രേഖകളും കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ഓരോ സാധാരണക്കാരനും എന്തെങ്കിലും ഒരു അപകടമോ ആപത്തോ ഉണ്ടാകുമ്പോൾ ആദ്യം വിളിക്കുന്നത് 108ലാണ്. അത്തരമൊരു അടിയന്തര സംവിധാനത്തിൽ പോലും കമ്മീഷൻ തട്ടിപ്പ് നടത്തണമെങ്കിൽ എത്രത്തോളം അധപ്പതിച്ച സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത്. സെക്കന്ദരാബാദ് ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനിക്ക് 2019 മുതൽ 24 കാലഘട്ടത്തിൽ ക്യാബിനറ്റിന്റെ പ്രത്യേക അനുമതിയോടെ 517 കോടി രൂപയ്ക്കാണ് 316 ആംബുലൻസുകളുടെ നടത്തിപ്പ് 5 വർഷത്തേക്ക് നൽകിയത്. എന്നാൽ ഇത്തവണ 2025-30 കാലഘട്ടത്തിലേക്ക് 335 ആംബുലൻസുകളുടെ നടത്തിപ്പിന് ഇതേ കമ്പനി ടെൻഡർ ചെയ്തിരിക്കുന്നത് 293 കോടി രൂപ മാത്രം. 5 വർഷക്കാലം കൊണ്ട് സ്പെയർ പാർട്സുകൾക്ക് വില വർദ്ധിച്ചിട്ട് പോലും കഴിഞ്ഞ തവണത്തേതിന്റെ പകുതി തുകയ്ക്ക് ആംബുലൻസുകൾ ഓടിക്കാൻ ഈ കമ്പനിക്ക് കഴിയുമെങ്കിൽ 2019 പ്രത്യേക ക്യാബിനറ്റ് അനുമതിയുടെ കമ്മീഷൻ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല ഇതു സംബന്ധിച്ച തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെടുന്നു. ഈ കമ്മീഷൻ കൊള്ളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ KK ശൈലജയ്ക്കും പങ്കുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. സാധനങ്ങൾക്ക് ദിനം പ്രതി വില കൂടുന്ന ഈ സാഹചര്യത്തിൽ 5 വർഷം മുൻപ് 517 കോടി രൂപയ്ക്ക് നൽകിയ കരാർ അടുത്ത 5 വർഷത്തേക്ക് അതിന്റെ പകുതി തുകയ്ക്ക് നൽകി എന്നതിനെ മഹാത്ഭുതമെന്നല്ലാതെ മറ്റ് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? 2019 കരാർ നൽകിയത് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ആദ്യം ടെൻഡർ നൽകിയ 2 കമ്പനികളിൽ ഒന്നിനെ അയോഗ്യമാക്കിയ ശേഷമായിരുന്നു പ്രത്യേക ക്യാബിനറ്റിന്റെ ഈ നടപടി. സെക്കന്ദരാബാദ് ആസ്ഥാനമായ GVK EMRI എന്ന കമ്പനിക്കായിരുന്നു 517 കോടി രൂപയ്ക്ക് 2019 കരാർ നൽകിയത്. 2019 ആംബുലൻസ് നടത്തിപ്പിന് ടെൻഡർ കൊടുത്ത GVK EMRI രേഖപ്പെടുത്തിയ തുക യാതൊരു സ്ക്രൂട്ടിനിയും കൂടാതെ ക്യാബിനറ്റിന് മുമ്പാകെ വെച്ച് പ്രത്യേക അനുമതി നൽകുകയായിരുന്നു എന്ന ഗുരുതര ആരോപണവും രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നുണ്ട്. ടെൻഡർ മാനദണ്ഡങ്ങൾ യാതൊന്നും പരിഗണിക്കാതെ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് GVK EMRI എന്ന കമ്പനിക്ക് കരാർ നൽകിയത് എന്ന ആരോപണത്തെ ശക്തിപ്പെടുത്തുന്നതാണ് കരാറിൽ വന്ന 200 കോടിയിലധികം രൂപയുടെ വ്യത്യാസം. രമേശ് ചെന്നിത്തല തന്നെ പുറത്തുവിടുന്ന പിണറായി സർക്കാരുകളുടെ എത്രാമത്തെ തട്ടിപ്പാണിതെന്ന് മലയാളി പോലും മറന്നുപോയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലമായി ഇത്രയധികം അഴിമതികളും കമ്മീഷൻ കൊള്ളകളുമാണ് ഈ സർക്കാർ നടത്തിയത്. പ്രതിപക്ഷം കണക്കുകളും വസ്തുതകളും നിരത്തിയാണ് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുന്നത്. 2019 316 ആംബുലൻസുകളുടെ നടത്തിപ്പിനാണ് 517 കോടിയുടെ കരാർ നൽകിയത്. ഇക്കുറി ടെൻഡർ പ്രക്രിയയിൽ മറ്റു കമ്പനികളും പങ്കെടുത്ത് മത്സരം വന്നതോടെ 14 അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും 6 നിയോനേറ്റൽ ആംബുലൻസുകളും അടക്കം 19 ആംബുലൻസുകൾ അധികമുണ്ടായിട്ടും ഈ കമ്പനി കോട്ട് ചെയ്തത് 293 കോടി മാത്രം. കഴിഞ്ഞ 5 വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ധനവിലയിലും സ്പെയർ പാർട്സ് വിലയിലും ഏതാണ്ട് 30% വർധനവുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ചെലവ് വർദ്ധിച്ചിട്ടും ആംബുലൻസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ 43% തുക കുറച്ചാണ് ഇപ്പോൾ ടെൻഡർ കോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞത് ഖജനാവിന് 250 കോടി രൂപയുടെ എങ്കിലും നഷ്ടം 2019 കരാർ മൂലം ഉണ്ടായിട്ടുണ്ട് എന്ന് സാരം. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന ഈ കണക്കുകൾക്ക് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറുപടി നൽകിയേ മതിയാവുകയുള്ളൂ. അനേട്ടിലും ഇവിടെയും ഒരേപോലെ പ്രകടമായ കാര്യം ഈ രണ്ടിടത്തും പദ്ധതി ചെലവിന്റെ അത്രയും തന്നെ തുകയുടെ ക്രമക്കേടാണ് നടന്നിരിക്കുന്നതെന്നാണ്. അതായത് ഏറ്റവും ലളിതമായ ഉദാഹരണത്തിൽ പറഞ്ഞാൽ 1000 രൂപയുടെ ഒരു സാധനം 2000 രൂപയ്ക്ക് വാങ്ങി 1000 രൂപയുടെ ക്രമക്കേട് നടത്തുന്നു. തൊട്ടതിലും എന്തിന് തൊടാത്തതിൽ പോലും എങ്ങനെ അഴിമതി നടത്താമെന്ന് റിസർച്ച് ചെയ്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ അഴിമതി ആരോപണങ്ങളെ മുൻനിർത്തി തന്നെ നമുക്കിത് ഉറപ്പിച്ചു പറയേണ്ടി വരും. സാധാരണക്കാരന്റെ സർക്കാർ എന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയവർ ഇന്ന് അഴിമതിക്കാരുടെ മാത്രം സർക്കാരായി മാറിയിരിക്കുന്നു എന്നതാണ് ഈ വാർത്തകളെല്ലാം നമ്മളോട് അടിവരയിട്ട് പറയുന്നത്. എങ്ങനെയാണ് പദ്ധതി ചെലവിന്റെ അത്രയും തന്നെ തുകയുടെ ക്രമക്കേടുകൾ വിവിധങ്ങളായ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിൽ നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ പൊതുജനത്തോട് വ്യക്തമാക്കണം. സാധാരണക്കാരൻ വിലക്കയറ്റത്തിലും സാമ്പത്തിക പിരിമുറുക്കങ്ങളിലും നട്ടം തിരിയുമ്പോൾ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പറയുവാനുള്ളത് ക്രമക്കേടുകളുടെ കഥയാണ്.
അനേർട്ട് മുതൽ 108 ആംബുലൻസിന്റെ കരാറുകൾക്ക് വരെ പറയുവാനുള്ളത് ക്രമക്കേടുകളുടെ ഒരേ കഥ. അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ബലി കൊടുത്ത് തടിതപ്പുകയാണ് സർക്കാർ. എന്നാൽ ഇതെല്ലാം കണ്ട് ഇവിടെ പൊതുജനം എന്നൊരു കൂട്ടമുണ്ട് എന്ന് സർക്കാർ മറക്കാതിരിക്കുന്നത് നല്ലതാണ്.